കൊടുങ്ങല്ലൂർ അഴീക്കോട് മധ്യവയസ്കന് നേരെ സദാചാര ഗുണ്ടാക്രമണം. മേനോൻ ബസാർ സ്വദേശി സലാമാണ് ആക്രമണത്തിന് ഇരയായത്. സംശയകരമായ സാഹചര്യത്തിൽ കണ്ടു എന്നാരോപിച്ച് വിവസ്ത്രനാക്കി ഇയാളെ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. അബ്ദുൽ സലാം അല്ലേ? ഇല്ല, ഒരു സലാം. ഇന്നലെ 9:30 മണിയോട് കൂടിയാണ് ഈ പ്രശ്നം ഉണ്ടായത്. വട്ടത്തറ ബാബു എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞൊരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ വേറെ വകുപ്പ് മാറി. എന്നിട്ട് ഗ്രാമങ്ങൾ വന്ന് ഇരുമ്പടിയും പണ്ടാറും ഒക്കെ ആയിട്ട് കണ്ടു കുടിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അവരെപ്പോഴും ഇത് തന്നെയാണ് അവിടെ പാട്. കണ്ടുപിടിക്കലും ആളിലായിട്ട് ആരെങ്കിലൊക്കെ ആയിട്ട് വെക്കട്ടായിരുന്നു. ഇത് ഞാൻ ഒറ്റക്കെന്നുള്ള നിലക്കാണ് നമ്മളെ വെക്കിട്ടിയേക്കുന്നത്. ഇതിന്റെ ഭവിഷ്യത്ത് അവർക്ക് എന്താണെങ്കിലും തിരിച്ചറിയണം. നമുക്ക് അവരെന്നെ കണ്ടവന്നില്ലേ, 2 ഇരുമ്പടി കടിച്ച് എൻ്റെ പല്ല് പോയിട്ടുണ്ട്, 3 പല്ല് പോയിട്ടുണ്ട്. വളരെ പ്രശ്നമില്ലാണ് ഇപ്പോൾ നിൽക്കണം. ഒരുപാട് തള്ളിയിട്ടുള്ളവർ അത് നമുക്ക് പരിഹാരം കാണണം. അത് നമ്മുടെ ഒരു വൈരേഖ. കോൺഗ്രസിലെ തമ്മിലടിയിൽ തുറന്നടിച്ച് എ.കെ. ആന്റണി. നേതാക്കൾ തമ്മിലടി അവസാനിപ്പിക്കണമെന്നും സ്തുതിപാഠകരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുതെന്നും ആന്റണി തിരുവനന്തപുരത്ത് പറഞ്ഞു. വിമർശകർ പറയുന്നതിന് ചെവി കൊടുക്കണമെന്നും കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോകുന്നത് നേതാക്കൾ മനസ്സിലാക്കണമെന്നും ആന്റണി പ്രതികരിച്ചു. രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് ഉമ്മൻചാണ്ടി വിട്ടുനിന്നതിൽ അസംതൃപ്തി പ്രകടമാക്കിയാണ് ആന്റണിയുടെ പ്രതികരണം. നേതാക്കൾ സ്തുതിപാഠകരെ മാത്രം വിശ്വസിക്കരുതെന്ന മുനവച്ച വാക്കുകൾ. അതെല്ലാവരും മനസ്സിലാക്കണം, യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളണം. സ്തുതിപാഠകർ പറയുന്നത് ഒരു നേതാവും വിശ്വസിക്കരുത്. വിമർശകർ പറയുന്നതാണ് കുറച്ച് ഉൾക്കൊള്ളുന്നതാണ് നല്ലത്. പാർട്ടിയുടെ മാത്രമല്ല നേതാക്കളുടെയും കാലിന് ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് മനസ്സിലാക്കണം. പക്ഷെ എല്ലാവരുടെയും അതുപോലെ പാർട്ടിയുടെയും കാലിനടിയിൽ മണ്ണ് കുറെ ഒലിച്ചു പോയിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരുടെയും കാലിനടിയിലെ മണ്ണ് കുറെ ഒലിച്ചു പോയിട്ടുണ്ട്. നാളെ രാഹുൽ ഗാന്ധിയുമായി ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് വ്യക്തമാക്കുന്ന ആന്റണിയുടെ പ്രതികരണം. അതേസമയം ദില്ലി യാത്രയെക്കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്ന് ഉമ്മൻചാണ്ടി കോട്ടയത്ത് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കോട്ടയം. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഉമ്മൻചാണ്ടി ഇന്ന് ദില്ലിയിലെത്തും. നാളെയാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച. DCC പ്രസിഡന്റുമാരെ നിശ്ചയിച്ചപ്പോൾ എ ഗ്രൂപ്പിനെ അവഗണിച്ചതിലുള്ള അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിക്കും. അടിയന്തരമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെടും. ഉമ്മൻചാണ്ടി തുടരുന്ന നിഷേധാത്മക നിലപാടിൽ ഹൈക്കമാൻഡിനും അതൃപ്തിയുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഇക്കാര്യം ഉമ്മൻചാണ്ടിയെ അറിയിച്ചിരുന്നു. സംവിധായകൻ കമലിനെതിരെ കുമ്മനം രാജശേഖരൻ. കമൽ മോദിയെയും സുരേഷ് ഗോപിയെയും അവഹേളിച്ചെന്ന് കുമ്മനം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. കമലിന്റെ പ്രസംഗം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് കുമ്മനം രംഗത്തെത്തിയത്. നേരത്തെ കമൽ രാജ്യം വിട്ടു പോകണമെന്ന BJP നേതാവ് AN രാധാകൃഷ്ണന്റെ പ്രസ്താവന വിവാദമായിരുന്നു. ഇതിനെതിരെ BJP നേതാവായ CK പത്മനാഭൻ പരസ്യമായി എതിർപ്പുമായി വന്നു. ഈ സാഹചര്യത്തിലാണ് കമലിനെതിരാണ് BJP നിലപാടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കുമ്മനത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവന്നിരിക്കുന്നത്. സംവിധായകൻ കമൽ നേരത്തെ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വീണ്ടും രംഗത്തെത്തിയത്. പ്രധാനമന്ത്രിയെയും സുരേഷ് ഗോപിയെയും കമൽ അവഹേളിച്ചുവെന്ന് കുമ്മനം ഫേസ്ബുക്കിലൂടെ പറയുന്നു. നേരത്തെ AN രാധാകൃഷ്ണൻ നടത്തിയ സമാന അഭിപ്രായ പ്രകടനം വ്യക്തിപരമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ പാർട്ടി നിലപാട് കമലിനെതിരാണെന്ന് ഇതോടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ കമൽ അവഹേളിച്ചുവെന്നും കമൽ ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമായിരുന്നു AN രാധാകൃഷ്ണന്റെ പരാമർശം. കമലിനെതിരായ AN രാധാകൃഷ്ണന്റെ പരാമർശത്തെ തള്ളി BJP മുൻ സംസ്ഥാന പ്രസിഡന്റും ദേശീയ നിർവാഹക സമിതി അംഗവുമായ CK പത്മനാഭനും പിന്നീട് രംഗത്തെത്തി. എന്നാൽ CK പത്മനാഭനെതിരെ BJP നേതാക്കൾ ഒന്നടങ്കം പ്രതിഷേധ സ്വരം ഉയർത്തുകയും ചെയ്തു. നാളെ ആരംഭിക്കുന്ന BJP സംസ്ഥാന നേതൃയോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കാനുള്ള തീരുമാനത്തിലാണ് നേതാക്കൾ. അതിനിടയിലാണ് AN രാധാകൃഷ്ണന് പിന്തുണ നൽകി കമലിനെതിരായ പാർട്ടി നിലപാട് കുമ്മനം വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. സംഘപരിവാർ ആശയങ്ങൾക്കെതിരെ പരസ്യ നിലപാട് വ്യക്തമാക്കിയ BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭനെതിരെ നടപടിക്ക് സാധ്യത. നാളെ ആരംഭിക്കുന്ന BJP സംസ്ഥാന നേതൃയോഗങ്ങളിൽ CKPക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകും. അതേസമയം AN രാധാകൃഷ്ണനെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിക്കാനാണ് ഒരു വിഭാഗം നേതാക്കളുടെ തീരുമാനം. സംഘപരിവാർ നിലപാടുകൾക്കെതിരെ BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ പീപ്പിൾ TVയിലൂടെ നടത്തിയ പ്രതികരണങ്ങളെ തുടർന്ന് പാർട്ടിയിൽ അദ്ദേഹം ഒറ്റപ്പെടുന്ന കാഴ്ചയാണിപ്പോൾ.
CKPക്കെതിരെ നടപടി വേണമെന്ന നിലപാടുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. നാളെ കോട്ടയത്ത് ആരംഭിക്കുന്ന BJP നേതൃയോഗങ്ങളിൽ നടപടി ആവശ്യം ശക്തമാകും. നാളത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ CKPക്കെതിരെ രൂക്ഷ വിമർശനമാകും ഉയരുക. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും മുൻ അധ്യക്ഷന്മാരും ഉൾപ്പെടുന്ന 12-അംഗ കോർ കമ്മിറ്റിയിൽ ആരും CKPയെ പിന്തുണയ്ക്കുകയില്ല. തുടർന്നുള്ള 2 ദിവസങ്ങളിൽ നടക്കുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലും സംസ്ഥാന സമിതിയിലും CKPക്കെതിരെ വ്യാപക വിമർശനമുയരുമെന്നതും ഉറപ്പാണ്. CK പത്മനാഭനെ അനുകൂലിക്കുന്ന MS കുമാർ അടക്കമുള്ള നേതാക്കളുടെ നിലപാടും യോഗത്തിൽ ശ്രദ്ധേയമാകും. സംസ്ഥാന സമിതി അംഗം KK സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം CKPക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നു. യോഗത്തിൽ കൂടുതൽ നേതാക്കളും CKPക്കെതിരെ നടപടി ആവശ്യവുമായി രംഗത്തെത്തും. ബുധനാഴ്ച നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിലായിരിക്കും CK പത്മനാഭനെതിരെയുള്ള നടപടി വിഷയത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം AN രാധാകൃഷ്ണനെതിരെയും നേതൃയോഗങ്ങളിൽ രൂക്ഷ വിമർശനമുണ്ടായേക്കും. KN രാധാകൃഷ്ണന്റെ വിവാദ പ്രസ്താവനകളും പ്രസംഗവും കാരണം ജാഥയുടെ തന്നെ ഉദ്ദേശ ലക്ഷ്യത്തിനത് മങ്ങലേൽപ്പിച്ചു എന്ന സാഹചര്യമുണ്ടായതായും നേതാക്കൾ പറയുന്നു. എന്നാൽ ഇരു നേതാക്കളെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ നേതാക്കൾ നിലപാട് സ്വീകരിക്കുമ്പോൾ നേതൃയോഗങ്ങളിൽ ഭിന്നതയും ചേരിപ്പോരും രൂക്ഷമാകും. വിവാദങ്ങളിലും കേരള ഘടകത്തിലെ ഭിന്നതയിലും BJP കേന്ദ്ര നേതൃത്വവും അതൃപ്തിയിലാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിന് ഇനി കലയുടെ ഉത്സവ നാളുകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ കണ്ണൂരിൽ തിരശ്ശീല ഉയരും. അവസാനവട്ട ഒരുക്കങ്ങൾ കണ്ണൂരിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ AK ലതീഷ് ചേരുന്നു. ലതീഷ്, എങ്ങനെയാണ് അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്? വിവരങ്ങൾ. സോമി, 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എല്ലാ വേദികളിലും അവസാനവട്ട മിനുക്കുപണികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നാളെ രാവിലെ 9:30 DPI KV മോഹൻകുമാർ പതാക ഉയർത്തുന്നതോടെയായിരിക്കും ഔദ്യോഗികമായി ഈ കലോത്സവത്തിന് തുടക്കമാവുക. എന്നാൽ മത്സരങ്ങൾ ആരംഭിക്കുക ഔദ്യോഗികമായ ഉദ്ഘാടനം വൈകിട്ട് നടന്നതിനു ശേഷം മാത്രമായിരിക്കും. 4 മണിയോടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രധാന വേദിയായ നിളയിൽ ഉദ്ഘാടന ചടങ്ങ് നടക്കുക. 4 മണിക്ക് ചേരുന്ന ഉദ്ഘാടന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കുന്നത്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് അടക്കമുള്ള പ്രമുഖർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി 2:30 ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്നും ഘോഷയാത്ര ആരംഭിക്കും. 2:30 ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ കണ്ണൂരിൻ്റെ സാംസ്കാരിക തനിമയും പാരമ്പര്യവും വിളിച്ചോതുന്ന കലാരൂപങ്ങളും അതേപോലെ തന്നെ നിശ്ചല ദൃശ്യങ്ങളും ഉൾപ്പെടെ ഉള്ളതായിരിക്കും ഈ ഘോഷയാത്ര പ്രധാന വേദിയായ നിളയിൽ എത്തിയതിനു ശേഷമായിരിക്കും ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നാളെ 9 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി തുടങ്ങിയ പ്രധാന ഇനങ്ങളെല്ലാം തന്നെ നാളെ തന്നെ വേദികളിലെത്തും. പ്രധാന വേദിയായ നിളയിൽ ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം മോഹിനിയാട്ടത്തോടു കൂടിയായിരിക്കും ഇവിടെ അരങ്ങുണരുക. മറ്റ് 8 വേദികളിലും നാളെ 6 മണിയോടുകൂടി തന്നെ മത്സരങ്ങൾ നടക്കും. 20 വേദികളിലായി കേരളത്തിലെ പ്രധാന നദികളുടെ പേരിലാണ് എല്ലാ സ്റ്റേജുകളും അറിയപ്പെടുന്നത്. 20 വേദികളിലായി 232 ഇനങ്ങളിൽ 12,000-ഓളം കലാപ്രതിഭകളാണ് വരുന്ന ഒരാഴ്ചയോളം തങ്ങളുടെ കലാപ്രകടനങ്ങൾ ഇവിടെ അരങ്ങിലെത്തിക്കുക. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും സ്റ്റേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഊട്ടുപുര ജവഹർ സ്റ്റേഡിയത്തിലാണ് ഊട്ടുപുര തയ്യാറാക്കിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിലിരുന്ന പോലെ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തവണയും പാചകം. ഊട്ടുപുരയിൽ പാലുകാച്ച ചടങ്ങ് ഇന്ന് രാവിലെ നടന്നു കഴിഞ്ഞു. പ്ലാസ്റ്റിക് രഹിതമായ ഒരു കലോത്സവത്തിന് കൂടിയാണ് ഇത്തവണ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവം സാക്ഷ്യം വഹിക്കുന്നത്. ഹരിതനയം പൂർണ്ണ അർത്ഥത്തിൽ തന്നെ നടപ്പാക്കുന്ന ഒരു കലാമേളയായിരിക്കും ഇത്തവണത്തേതെന്ന പ്രത്യേകത കൂടി എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള ഈ കലാമേള 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഏറ്റവും ഭംഗിയായി നടത്താൻ ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം തന്നെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. സോമി. ലതീഷ്, 10 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂരിന്റെ മണ്ണിലേക്ക് കൗമാര കലാമാമാങ്കം എത്തുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആവേശമാണ് കണ്ണൂരിനെ സംബന്ധിച്ച് കലോത്സവം ആ മണ്ണിലേക്ക് എത്തുമ്പോൾ?
തീർച്ചയായും കലോത്സവം മലബാറിൽ പ്രത്യേകിച്ച് വലിയ ജനപിന്തുണയോടുകൂടി തന്നെയാണ് മലബാറിൽ എല്ലാ ജില്ലകളിലും ഈ കലോത്സവങ്ങൾ ഇതുവരെ നടന്നിട്ടുള്ളത്. കണ്ണൂരിൽ സ്വാമി സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 10 വർഷത്തിന് ശേഷമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കണ്ണൂർ വേദിയാകുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തിന് ശേഷം കണ്ണൂരെത്തുന്ന കലാമേളയെ ഏറ്റവും ഭംഗിയായി നടത്താനും അതേപോലെ തന്നെ അത് പൂർണ്ണാർത്ഥത്തിൽ വിജയത്തിലെത്തിക്കാനുമുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും ഭാഗത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു 1.5-2 മാസത്തോളമായി ഇവിടെ നടന്നു വരികയാണ്. അതിൻ്റെ പരിസമാപ്തിയിലേക്കാണ് ഇപ്പോൾ ഒരുക്കങ്ങളുടെ അവസാന ഘട്ടം കടക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷനായ ശേഷം നടക്കുന്ന ഏറ്റവും വലിയ മഹാമേളയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ഒരുക്കുന്നതിനായുള്ള സജീവമായ പ്രവർത്തനത്തിനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും അതേപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഉൾപ്പെടെയുള്ള എല്ലാ ചുമതലപ്പെട്ട ആളുകളും. അത്തരത്തിൽ കണ്ണൂരിലെത്തുന്ന കലാമേളയെ തീർച്ചയായും മലബാറിൻ്റെ ഉത്തരദേശത്തെത്തുന്ന കലാമേളയെ ഏറ്റവും ഭംഗിയായി ഏറ്റവും വലിയ വിജയത്തിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അണിയറ പ്രവർത്തകരും ഒപ്പം ഈ മേള തങ്ങളുടെ മേളയാക്കി മാറ്റുന്നതിനായി ഈ കണ്ണൂരിലെയും അതേപോലെ തന്നെ സമീപ ജില്ലകളിൽ നിന്നുമുള്ള വലിയൊരു ജനസഞ്ചയം തന്നെ ഈ പ്രധാന വേദിയും അതേപോലെ തന്നെ മറ്റ് 20 വേദികളിലേക്കും എത്തും എന്നുള്ള കാര്യത്തിലും നമുക്ക് തർക്കമില്ല. അത്തരത്തിൽ ഈ മേളയെ എല്ലാ അർത്ഥത്തിലും വിജയത്തിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുമ്പോൾ നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ കലാ ആസ്വാദകരുടെ വലിയൊരു സാന്നിധ്യം ഈ കണ്ണൂരിലേക്ക് ഉണ്ടാകും എന്നും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സോമി, 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അവസാനവട്ട ഒരുക്കങ്ങളിലാണ് കണ്ണൂർ നഗരം. വിവരങ്ങളാണ് കെ ലതീഷ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയുമ്പോൾ കലകളുടെ ഈറ്റില്ലമായ തൃശൂർ ചെറുതുരുത്തിയിലും തയ്യാറെടുപ്പുകൾ തകൃതിയാണ്. ഓട്ടൻതുള്ളൽ അധ്യാപകനായ കലാമണ്ഡലം ഗീതാനന്ദൻ വീണ്ടും പരിശീലകനായി എത്തുമ്പോൾ അണിയറയിൽ മത്സരാർത്ഥികളും ആവേശത്തിലാണ്. 4 പതിറ്റാണ്ടത്തെ അധ്യാപന പാരമ്പര്യമുള്ള ഗീതാനന്ദൻ 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കലോത്സവ പരിശീലനത്തിൽ സജീവമാകുന്നത്. കലോത്സവ വേദികളിൽ 39 വർഷം ശിഷ്യന്മാരെ എത്തിക്കാൻ ഭാഗ്യം ലഭിച്ച കലാകാരനാണ് കലാമണ്ഡലം തുള്ളൽ വിഭാഗം മേധാവിയായ ഗീതാനന്ദൻ. 15-ാം വയസ്സിൽ തന്നേക്കാൾ മുതിർന്നവരെ ഓട്ടംതുള്ളൽ അഭ്യസിപ്പിച്ച വേദിയിലെത്തിച്ച ഗീതാനന്ദന്റെ 80-ലധികം ശിഷ്യന്മാരാണ് കലോത്സവ വേദികളിൽ ഇതുവരെ മാറ്റുരച്ചത്. ഹാസ്യകലയായി മാത്രം വേദിയിലെത്തിയിരുന്ന ഓട്ടംതുള്ളലിൽ വ്യത്യസ്തത പരീക്ഷിക്കാനുള്ള ഗീതാനന്ദന്റെ ശ്രമങ്ങൾക്ക് ഏറെ സ്വീകാര്യത ലഭിച്ചിരുന്നു. മരിച്ചു കുമാരകൻ എന്നാണ് തുടക്കം തന്നെ. ഇത് കേൾക്കുമ്പോൾ തുള്ളലാന്ന് പോലും തോന്നില്ലല്ലോ. ഈ പദത്തിലാണ് തുടങ്ങുന്നത്. അന്ന് പാലക്കാട് സംസ്ഥാന കലോത്സവം നടക്കുമ്പോൾ ദിവ്യ ആർ നായർ പറഞ്ഞ കുട്ടി ഈ ആദ്യമായിട്ട് എൻ്റെ പരീക്ഷണം ദുഃഖത്തിൽ പ്രാധാന്യമുള്ള സാധനം അവതരിപ്പിച്ചു. ഇപ്പൊ എല്ലാവരും സാധാരണ പോലെ അവതരിപ്പിച്ചു തുടങ്ങി. ഇപ്പൊ എല്ലാവരും ഹാസ്യം വിട്ട് ദുഃഖത്തിലേക്ക് വന്നു തുടങ്ങി. 3 വർഷക്കാലം പരിശീലനത്തിൽ നിന്ന് മാറി ആസ്വാദകനായി വേദികളിലെത്തിയ ശേഷമാണ് ഗീതാനന്ദൻ വീണ്ടും സജീവമാകുന്നത്. കലാമണ്ഡലത്തിൽ നിന്ന് വിരമിക്കുന്നതിന് തൊട്ടുമുമ്പ് വീണ്ടും അണിയറയിൽ സജീവമാകുമ്പോൾ തുള്ളൽ അഭ്യസിക്കാൻ എത്തുന്നവർ കലയെ ജീവനായി കാണുന്നവരാണെന്നത് ഈ ഗുരുനാഥന്റെ മനസ്സ് നിറയ്ക്കുന്നു. ആദ്യമായി അണിയറയിൽ പ്രവർത്തിക്കുന്ന അതേ സൂക്ഷ്മതയോടെയാണ് മത്സരാർത്ഥികളുടെ പരിശീലനം. ഗീതാനന്ദന്റെ 3 ശിഷ്യരാണ് ഇക്കുറി ഓട്ടംതുള്ളലിൽ അരങ്ങിലെത്തുന്നത്. 4 പതിറ്റാണ്ട് കാലത്തെ പരിശീലന പരമ്പരയുമായി കലാമണ്ഡല ഗീതാനന്ദൻ വീണ്ടും കലോത്സവ വേദികളിൽ സജീവമാവുകയാണ്. ക്യാമറമാൻ പി സലീമിനൊപ്പം CG ദിൽജിത്ത്. കലാപ്രകടനങ്ങൾ ആവർത്തിക്കുമ്പോൾ മിമിക്രിയെ മാത്രം ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്ന് കലാഭവൻ KS പ്രസാദ്. മറ്റ് കലാരൂപങ്ങളെ അപേക്ഷിച്ച് എപ്പോഴും പുതുമ കണ്ടെത്തുന്നത് മിമിക്രിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. കലോത്സവ ഓർമ്മകൾ പ്രസാദ് പീപ്പിൾ TVക്കൊപ്പം പങ്കുവച്ചു. ഇപ്പോൾ ലഭിക്കുന്ന സ്വീകാര്യതയൊന്നും അന്നുണ്ടായിരുന്നില്ലെങ്കിലും 1975 മുതൽ ലഭിച്ചു തുടങ്ങിയ കലോത്സവ വേദികളിൽ നിന്നുള്ള പുരസ്കാരങ്ങൾ KS പ്രസാദിന് നിറമുള്ള ഓർമ്മകളാണ്. പിന്നീട് കലാഭവനിലൂടെയുള്ള വളർച്ചയും. അന്ന് മിമിക്രി ഇല്ല. മോണോ ആക്ടിൽ പങ്കെടുത്തിട്ട് സമ്മാനം ലഭിച്ചിട്ടുള്ളത് തൃപ്പൂണിത്തുറയിൽ വെച്ച്. പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഉത്സവത്തിൽ എറണാകുളത്ത് വെച്ച് രാജേന്ദ്ര മൈതാനം അവിടെ വെച്ചിട്ടാണ് മിമിക്രിയിൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. മിമിക്രി ആവർത്തനമാകുന്നുവെന്ന ആക്ഷേപങ്ങൾക്ക് അദ്ദേഹത്തിന് കൃത്യമായ മറുപടിയുണ്ട്. അപ്പോൾ പിന്നെ ഭരതനാട്യവും മോഹിനിയാട്ടവും ഓട്ടംതുള്ളലും കഥാപ്രസംഗവും ഒപ്പനയും അതുപോലെ നാടകവും
പിന്നെ വേറെ ഏത് കലാരൂപങ്ങളാണ് ഇവിടെ വരുന്നത്? മാപ്പിളപ്പാട്ട് ഏത് കലാരൂപങ്ങളാണ് ആവർത്തനം അല്ലാതെ ഉള്ളത്? അവർക്കൊക്കെ ആവർത്തിക്കാം, ഒരു കുഴപ്പമില്ല. നമ്മൾ മാത്രം ആവർത്തിക്കാൻ പാടില്ല എന്നുണ്ടോ? നമ്മളാണ് ഓരോ വർഷവും ഓരോരോ പുതിയ ഐറ്റം കണ്ടെത്തുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അനുമതി തേടി കോടതി കയറുന്നവർ വർദ്ധിക്കുകയാണ്. ഇത് ആശാസ്യമല്ലെന്നും മത്സരങ്ങൾ ആരോഗ്യകരമായിരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കലോത്സവത്തോടെ അവസാനിക്കരുത് പ്രതിഭകളുടെ കലാപ്രകടനം. ജീവിതകാലം മുഴുവൻ കല കാത്തുസൂക്ഷിക്കണം എന്നാണ് KS പ്രസാദിന്റെ നിർദ്ദേശം. അഭിലാഷ് നിലമ്പൂരിനൊപ്പം സമീർ വഴങ്ങോട്. കൗമാര കലോത്സവത്തിന് കണ്ണൂരിൽ തിരിതെളിയുമ്പോൾ തന്റെ ഓർമ്മച്ചെപ്പ് തുറക്കുകയാണ് മുൻ കലാതിലകവും നർത്തകിയുമായ അമ്പിളി ദേവി. കലോത്സവ വേദികളിലെ വിധി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ കഴിയണമെന്ന് അമ്പിളി ദേവി പറഞ്ഞു. യഥാർത്ഥ പ്രതിഭകളെ കണ്ടെത്താനാവണം വിധികർത്താക്കൾ ശ്രമിക്കേണ്ടതെന്നും അമ്പിളി ദേവി ചൂണ്ടിക്കാട്ടി. കൗമാര കലോത്സവത്തിന് വേദികൾ ഉണരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തന്റെ കലോത്സവ നാളുകൾ അയവിറക്കുകയാണ് അമ്പിളി ദേവി. 2001 ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കലാതിലക പട്ടം തന്നെ തേടിയെത്തിയത്. പനി പിടിച്ച സാഹചര്യത്തിൽ മത്സരിച്ചിട്ടും വിജയിച്ചു കയറാനായി. പങ്കെടുത്ത ഇനങ്ങൾക്കെല്ലാം 1ാം സ്ഥാനം നേടാൻ കഴിഞ്ഞ കാര്യവും ആവേശത്തോടെ ഓർമ്മിക്കുകയാണ് ഈ കലാകാരി. അതേസമയം കലോത്സവ വേദികളിലെ തർക്കങ്ങളും അപ്പീലുകളുമെല്ലാം ഈ മുൻ കലാതിലകത്തെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു. പണം വാങ്ങി വിധിയെഴുതുന്ന ഗുരുക്കന്മാർ കുരുന്നുകളായ പ്രതിഭകളോട് ചെയ്യുന്നത് ക്രൂരതയാണ്. കഴിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിജയികളെ കണ്ടെത്തണമെന്നും അവർ പറഞ്ഞു. കലോത്സവങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്ന ഒരു പ്രശ്നമാണ് പലപ്പോഴുമുള്ള തർക്കങ്ങൾ. പ്രധാനമായിട്ടും വിധി നിർണയത്തെ ചൊല്ലി അർഹതയുള്ള കുട്ടിക്കല്ല സമ്മാനം കിട്ടിയെന്നും പിന്നെ കോഴ വാങ്ങിയിട്ടാണ് ജഡ്ജസ് വന്നതെന്നും നമ്മൾ എല്ലാ വർഷവും കേൾക്കാറുണ്ട്. ഇത്തവണത്തെ കലോത്സവത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കുട്ടികളുടെ മനസ്സ് വേദനിപ്പിക്കാത്ത, അർഹിക്കുന്നവരെ കണ്ടെത്തുന്ന തരത്തിലുള്ള ഒരു നല്ല കലോത്സവമായി തീരട്ടെ ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. വിധി നിർണയവുമായി ബന്ധപ്പെട്ട് കലോത്സവ വേദികളിൽ വിജിലൻസ് പരിശോധന നടത്താനുള്ള തീരുമാനത്തെ മുൻ കലാതിലകം സ്വാഗതം ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് ലഭിക്കാനായി BJPയിൽ തമ്മിലടി. സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയുമായി 10,000-ലധികം അപേക്ഷകളാണ് ദേശീയ നേതൃത്വത്തിന് ലഭിച്ചത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് ദില്ലിയിൽ ചേരുന്ന BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗീകാരം നൽകും. അതേസമയം പഞ്ചാബ് മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അമരീന്ദർ സിംഗ് ഹൈക്കമാൻഡിനെ സമീപിച്ചു. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ചൊവ്വാഴ്ച ആരംഭിക്കാനിരിക്കെയാണ് BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ദില്ലിയിൽ യോഗം ചേരുന്നത്. സ്ഥാനാർത്ഥിത്വം നേടിയെടുക്കാനായി സംസ്ഥാനത്ത് നിന്നുള്ള നേതാക്കൾ മത്സരിക്കുന്നതാണ് BJP നേതൃത്വത്തിന് തലവേദനയാകുന്നത്. 403 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് 10,000-ലധികം അപേക്ഷകൾ ഇതുവരെ ദേശീയ നേതൃത്വത്തിന് ലഭിച്ചു കഴിഞ്ഞു. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ പങ്കെടുക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ആദ്യഘട്ട പട്ടികയ്ക്ക് അംഗീകാരം നൽകും. ഉത്തരാഖണ്ഡിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയും തിരഞ്ഞെടുപ്പ് സമിതിയുടെ പരിഗണനയ്ക്ക് വരും. അതേസമയം പഞ്ചാബിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരവേ പുതിയ ആവശ്യവുമായി കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അമരീന്ദർ സിംഗ് ഹൈക്കമാൻഡിനെ സമീപിച്ചു. ശിരോമണി അകാലിദൾ നേതാവും മുഖ്യമന്ത്രിയുമായ പ്രകാശ് സിംഗ് ബാദലിനെതിരെ ലാംബി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ പാട്യാല അർബൻ മണ്ഡലമാണ് അമരീന്ദറിന് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ തകർച്ചയിലേക്ക് നയിച്ച മുഖ്യമന്ത്രിയെ തോൽപ്പിക്കണമെന്നതാണ് തന്റെ ലക്ഷ്യമെന്നാണ് അമരീന്ദർ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ മറുപടി ലഭിച്ചാൽ ബുധനാഴ്ച ലാംബിയിൽ നിന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും അമരീന്ദർ സിംഗ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ തിരുവനന്തപുരം ജില്ലാ ഘടകം രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലയിൽ 20 കേന്ദ്രങ്ങളിലായി നടന്ന ക്യാമ്പിൽ 10,000 പേർ പങ്കാളികളായി. രക്തദാനം മഹാദാനം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന ഘടകങ്ങളെ ഛിന്നഭിന്നമാക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ. നോട്ട് പിൻവലിക്കലിലൂടെ കുത്തക മുതലാളിമാർക്ക് പൊതുഖജനാവ് കൊള്ളയടിക്കാനുള്ള അവസരമാണ് മോദി ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റായ നയങ്ങളെ വിമർശിക്കുന്നവരെ ദേശദ്രോഹികളാക്കി മുദ്രകുത്താനുള്ള നീക്കം അതിശക്തമാണെന്നും വിജയരാഘവൻ ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പെരുമ്പടവം ശ്രീധരന്റെ നോവലായ ഒരു സങ്കീർത്തനം പോലെ നാടകരൂപത്തിലെത്തുന്നു. റഷ്യൻ സാഹിത്യകാരൻ ദസ്തേവിസ്കിയുടെയും അന്നയുടെയും പ്രണയത്തെ ആസ്പദമാക്കിയാണ് നാടകരൂപം
പ്പെടുത്തിയിരിക്കുന്നത് പ്രമുഖ നാടകകൃത്തും നാടക നടനുമായ അഹമ്മദ് മുസ്ലിമാണ് നാടകരചന നിർവഹിക്കുന്നത്. ഇന്ന് കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ വൈകിട്ട് 6:30 മുതലാണ് നാടകം. വായനക്കാർ ഹൃദയത്തിലേറ്റുവാങ്ങിയ ദസ്തേവ്സ്കിയുടെയും അന്നയുടെയും പ്രണയം അരങ്ങിലേക്ക് എത്തുകയാണ്. വിശ്വസാഹിത്യകാരൻ ദസ്തേവ്സ്കിയുടെ ജീവിതത്തെ അവലംബിച്ച് പെരുമ്പടവൻ ശ്രീധരൻ എഴുതിയ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിന്റെ നാടകരൂപാവതരണം ഇന്ന് നടക്കും. ദസ്തേവ്സ്കിയുടെ ഹൃദയത്തിന്റെ ഭാഷ വായനക്കാരനെ അനുഭവിക്കുന്ന ശൈലിയാണ് പെരുമ്പടവം എഴുതിയ നോവലിന്റെ മുഖമുദ്ര. സ്കൂൾ ഓഫ് ഡ്രാമ വിദ്യാർത്ഥിയും നിരവധി നാടകങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള അഹമ്മദ് മുസ്ലിമാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന നാടകത്തിന്റെ രചന. നാടകത്തിൽ ദസ്തേവ്സ്കിയായി എത്തുന്നതും അഹമ്മദ് മുസ്ലിം തന്നെ. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന ഗാർഗി ആനന്ദാണ് അന്നയായി അരങ്ങിലെത്തുന്നത്. കരുനാഗപ്പള്ളി ഗോപൻ, പുന്നൂർ ശ്രീകുമാർ, അതുൽ ശ്രീകുമാർ, ഉഷ രവി തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി വേഷമിടുന്നുണ്ട്. വൈകിട്ട് 6:30 കരുനാഗപ്പള്ളി ടൗൺ ഹാൾ ഓഡിറ്റോറിയത്തിലാണ് നാടകത്തിന്റെ അരങ്ങേറ്റം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സാങ്കേതിക സർവകലാശാലയുടെ ക്യാമ്പസിനായി വിളപ്പിൽശാലയിലെ സ്ഥലം വേണ്ടെന്ന വൈസ് ചാൻസലർ കുഞ്ചറിയയുടെ നിലപാടിനെതിരെ അംഗങ്ങൾ. ഗവേണിംഗ് ബോർഡ് യോഗത്തിൽ അംഗങ്ങൾ വിസിയെ എതിർപ്പറിയിച്ചു. സർവകലാശാലയിൽ അനധ്യാപക നിയമനം നടത്താത്തതിലും വിസിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. വിളപ്പിൽശാല മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ സ്ഥലമാണ് സർക്കാർ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്തിനായി കണ്ടെത്തിയത്. എന്നാൽ ആ സ്ഥലം സർവകലാശാല ക്യാമ്പസിന് വേണ്ട എന്നതാണ് നിലവിൽ വൈസ് ചാൻസലർ ഡോക്ടർ കുഞ്ചിറിയ P. ഐസക്കിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം ചേർന്ന ബോർഡ് ഓഫ് ഗവേണൻസ് യോഗത്തിലാണ് വിസി പുതിയ നിലപാടെടുത്തത്. എന്നാൽ വിസിയുടെ നിലപാടിനെ യോഗത്തിൽ മറ്റംഗങ്ങൾ വിമർശിച്ചു. എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗവും ബോർഡ് ഓഫ് ഗവേണൻസ് അംഗവുമായ ഡോക്ടർ G. രാധാകൃഷ്ണൻ. അത് യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ 2 വർഷമാകും. ഇതുവരെയായിട്ടും നമുക്കൊരു ക്യാമ്പസ് ആയിട്ടില്ല. വിളപ്പിൽശാലയിലുള്ള പഴയ വേസ്റ്റ് ഡിസ്പോസൽ ഏരിയ ഗവേണിംഗ് ബോഡിയിൽ പൊതുവെ അതിനൊരു എതിർപ്പൊന്നും ഇല്ല എന്നാണ്. പക്ഷേ വൈസ് ചാൻസലർ പറയുന്നത് അത് വളരെ ഒരു അഗാധ ഗർത്തമാണ്. ആര് ചോദിച്ചാലും ഐ വിൽ നോട്ട് ഇംപ്ലിമെന്റ് ഇറ്റ്. അതായിരുന്നു അടുത്ത പ്രശ്നം. അത് മാറേണ്ടിയിരിക്കും. എന്നാൽ ക്യാമ്പസിനായി മറ്റേതെങ്കിലും സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്തയക്കാനാണ് നിലവിൽ വിസിയുടെ തീരുമാനം. സർവകലാശാലയിലെ അനധ്യാപക തസ്തികകളിലേക്ക് PSC മുഖാന്തരം നിയമനം നടത്താത്തതിനെയും അംഗങ്ങൾ യോഗത്തിൽ എതിർത്തു. ഈ നിയമനങ്ങൾ നടക്കാത്തത് കാരണം സർവകലാശാലയുടെ പ്രവർത്തനം തന്നെ താറുമാറായതായാണ് അംഗങ്ങൾ പറയുന്നത്. വിസിയുടേത് ഏകപക്ഷീയമായ നിലപാടുകളാണെന്നും ഇവർ വിമർശിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.